അമ്മപ്പോതത്തെ അമ്മപ്പോതത്തെ അത് റെഡി. ഡയറക്ടഡ് ബൈ അരുൺ അനിരുദ്ധൻ. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ടോവിനോ തോമസിന്റെ അമ്മപ്പുതപ്പ്, സെക്കൻഡ് ഹാഫിൽ വിനീത് ശ്രീനിവാസന്റെ അമ്മപ്പുതപ്പ്. പടം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം 6:30 നമ്മുടെ നാട്ടിൽ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. പ്രിവ്യൂ ഷോയ്ക്ക് അത്യാവശ്യം നല്ല ആൾക്കാരായിരുന്നു. ഫാമിലി, കുട്ടികള്, സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അത്ര ക്രൗഡിനെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബേസിൽ ജോസഫിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ടൈറ്റിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ സിനിമ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് ഒരുമാതിരി അച്ഛന്റെ അടിയന്തരം നടത്തിയ അവസ്ഥയായിരുന്നു. അച്ഛനും പോയി, പൈസയും പോയി. അതായത് ഈ പടത്തിന്റെ കോളേജ് സ്റ്റോറിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ക്യാമ്പസിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ബേസിൽ ജോസഫ് തന്നെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഒരു കോ പ്രൊഡ്യൂസർ കൂടിയുണ്ട്. ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ ഫീസ് വാങ്ങിയിട്ട് കോച്ചിങ് സെന്റർ നടത്തുന്ന ഒരു ചങ്ങായില്ലേ, അയാളുടെ മൃഗ ഡോക്ടറാണെന്ന് തോന്നുന്നു. ഈ ഇത്രയും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തിട്ട് കോളേജിന്റെ ആംബിയൻസ് മാറിയതായിട്ടൊന്നും ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡെല്ലാം കിഡിലമാണ്. അതായത് നമ്മുടെ വിഷ്ണു വിജയുടെ മ്യൂസിക്, ഹെൻറിയുടെ സിനിമാറ്റോഗ്രാഫി, ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, ഹെവി പരിപാടിയാണ്. കളർ ഗ്രേഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ പടത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ഡയറക്ടർ സമീർ താഹിറിന്റെ വർക്ക് കൂടിയുണ്ട്. അതൊക്കെ കാണുമ്പോൾ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഭാഗമെല്ലാം അടിപൊളിയാണ്. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഫസ്റ്റ് സിനിമ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ബേസിലിന്റെ ചേട്ടനായിട്ട് ഒരാൾ അഭിനയിക്കുന്നുണ്ട്. വിഷ്ണു ആണ് അഭിനയിക്കുന്നത്. ജോസഫ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ ജോസഫിന്റെ കോളേജ് ലൈഫും പരിപാടിയൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. ആ ഭാഗം സോ ഡാർക്ക്. ഒരിക്കലും ഒരു ക്യാമ്പസ് ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു ഇൻസിഡന്റ് ആണ് നമ്മൾ ആദ്യം കാണിക്കുക. കേരളത്തിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കുസാറ്റിലോ മറ്റോ തോന്നട്ടോ. വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പരിപാടി. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഏതാണ്ട് ഒരു ട്രോമയിലായി, വല്ലാണ്ട് ഡാർക്ക് അടിച്ചിട്ട്. ഈ ട്രോമയിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗം കാണുന്നത്. പിന്നെ വരുന്നത് ബേസിലിന്റെ കഥാപാത്രം സാം കുട്ടിയുടെ കോളേജ് ലൈഫും പരിപാടിയൊക്കെയാണ്. ആ ഭാഗത്തുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഈ സാം കുട്ടിയും ഒരു ആൽഫ മെയിൽ ചങ്ങായിയുണ്ട്. ഇവർ രണ്ടുപേരും മാത്രം 90s കിഡ്സ്, ബാക്കി എല്ലാരും ജെൻസി. മനസ്സിലായില്ലേ? നമ്മുടെ റിയ ഷിബുവിന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ഡെലുലു. ഈ ഡെലുലുവിനെ നിവിൻ പോളിയുടെ സിനിമയിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൊടുത്ത പോലെ ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. സെയിം ഡയലോഗ് ഡെലിവറി, സെയിം മാനറിസം, അവരുടെ അപ്പിയറൻസ് അറിയാം. അവരിപ്പോ ഒരു പ്രത്യേക ശൈലിയിലാണ് അവർ അഭിനയിക്കുക. അതേ പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാ കുട്ടികളും ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബേസിൽ നിന്നോ ആ ഒരു ടീമുമായിട്ട് തീരെ ജോയിൻ ആവാൻ പറ്റുന്നില്ല. ഇയാളൊരു ഓഡ് വണ്ണായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. ഇതിൽ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. ഞാൻ ചിരിച്ചു ആ ഭാഗത്ത്. ബാക്കി പല സ്ഥലങ്ങളും വളരെ ഡ്രൈ ആണ്. അതായത് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സാം കുട്ടി, അതായത് ബേസിൽ ജോസഫ് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ഒരു സമയത്ത് നമ്മൾ ഈ ദിലീപ് പേട്ടനില്ലേ ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഒറ്റയ്ക്കൊരു ഷോമാൻ, അങ്ങനെ ഒരു പരിപാടിയാണ് ബേസിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ബേസിലിനെ കൊണ്ട് പറ്റുന്നില്ല. ഇയാൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത്